ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ ഡേ 5 ഓഫ് ക്ലാൻ വാർ ലീഗ് തുടങ്ങിയിട്ടുണ്ട്. നേരെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ 6 കൊണ്ടിട്ട് 6 ബേസിന് കയറി അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിലവിൽ 22 സ്റ്റാർസ് ആണുള്ളത്. നമുക്ക് മാക്സിമം 3 സ്റ്റാർ കിട്ടണം. ഇന്ന് അത്യാവശ്യം കുറച്ച് ടാസ്ക് ബേസാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം മാക്സ് ബേസസ് ആണ്. നമുക്ക് നേരെ തന്നെ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാം. ഫസ്റ്റ് ബേസിനെ കുറിച്ച് ഫസ്റ്റ് അക്കൗണ്ട് തന്നെയല്ലോ അല്ലേ? യെസ് ഓക്കെ ഗൈസ്, ഫസ്റ്റ് ബേസിനെ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ബേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്. നേരെ ഞാൻ ആ ഹോളിൽ നിന്നാണ് ഞാൻ അറ്റാക്ക് തുടങ്ങാൻ പോണേ. ഓക്കെ, ഇറക്കി ഒരു ട്രാപ്പാണ് തോന്നുന്നത്. അത് ചുറ്റും നമുക്ക് ഇൻഫർമേറ്റ് ഉണ്ട്. ബട്ട് റോയൽ ചാമ്പ്യൻ എബിലിറ്റി നല്ലപോലെ ഇൻഫർമേറ്റ് പൊട്ടിക്കാതെ തന്നെ നല്ലപോലെ പൊട്ടിച്ചു. ഓക്കെ നമ്മുടെ റോയൽ ചാമ്പ്യൻ കറക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ പുറത്ത് ചാടി. പിന്നെയും അതൊക്കെ ചാടിയിട്ട് പുറത്ത് ചെറിയ ഓക്കെ കുഴപ്പമില്ല. നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റെല്ല് ചെറുതായിട്ട് വേസ്റ്റായി പോയിട്ടുണ്ട്. റോയൽ ചാമ്പ്യനെ കുറിച്ച് ഞാൻ ഇന്നലെ വിചാരിച്ചത് റോയൽ ചാമ്പ്യൻ ചെറുതായിട്ട് വഴിമാറി കയറുന്നുണ്ട്. ഓക്കെ, റോയൽ ചാമ്പ്യനെ മറ്റേ നമ്മൾ പൊട്ടിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, റോയൽ ചാമ്പ്യൻ പൊട്ടിക്കില്ല പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഒരു പിന്നെ ഇവിടെ നമ്മുടെ കിങ് നടത്തിയിട്ടുണ്ട്. ക്വീനെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതൊരു ബാക്ക് സപ്പോർട്ടിനായിട്ട് അവിടെ കുറച്ച് ബോംസ് ഒക്കെ പിന്നെ കിട്ടാൻ ഇവിടെ ഒരു ഡ്രാഗൺ നടത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഡ്രാഗൺസ് നമുക്ക് ഇവിടെ സൈഡ് ചെയ്യാം. ഒരു ഡ്രാഗൺ ഉണ്ട്. അത്യാവശ്യം ഭയങ്കര ഡാമേജ് കിട്ടുന്നത്. നമ്മുടെ റോയൽ ചാമ്പ്യൻ ചെറുതായിട്ട് ചതിച്ചു ഗൈസ്. അതാണ് ഏറ്റവും പ്രശ്നമായിട്ട് ഡ്രാഗനെ. ഓക്കെ, ആദ്യത്താണ് ഫസ്റ്റ് അറ്റാക്ക് ചെറുതായിട്ട് ഫ്ലോപ്പായി പോയത്. ബാഡ് ഗൈസ്. റോയൽ ചാമ്പ്യൻ നമ്മൾ ഞാൻ ഉദ്ദേശിച്ച കറക്റ്റ് സൈഡിൽ കൂടെ ഇറങ്ങിയിട്ടില്ല. അതാണ് ഫസ്റ്റ് അറ്റാക്ക് തന്നെ നല്ല പോലെ ഒരു ഫ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി തുടർച്ചയുള്ള അറ്റാക്കും ഫ്ലോപ്പ് ആണോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഒരു കോൺഫിഡൻസ് ചെറുതായിട്ട് പോയി ഗൈസ്. ഷിറ്റ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, വീണ്ടും നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ട് ഇട്ട് എന്നാലും കുഴപ്പമില്ല. രണ്ടാമത്തെ അക്കൗണ്ട് ഇട്ട് നേരെ നമ്മുടെ സെക്കൻഡ് ബേസിനെ കയറി അറ്റാക്ക് ചെയ്യാൻ പോകണം. ഇവിടെയും ഒരു ചെറിയ ഇവിടെ എൻ്റെ ക്യൂവിന് ചതിക്കില്ലയോ എന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. ഞാൻ ക്യൂവിനെ കൊണ്ട് ആ ഇൻവിസിബിൾ ടവേഴ്സിനെ ആക്ടിവേറ്റ് ആക്കാനാണ് എൻ്റെ പ്ലാൻ. എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല. ക്യൂവിൻ്റെ ആരോ വല്ല മാറിപ്പോയി കഴിഞ്ഞാൽ ഡെറ്റ്. സോ നേരെ തന്നെ അറ്റാക്ക് ട്രൂപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? യെസ്, നേരെ തന്നെ. ഓക്കെ ഗൈസ്, നേരെ തന്നെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ബേസെങ്കിലും എന്നെ ചതിക്കരുത് എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. നേരെ തന്നെ നമ്മുടെ എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യൂവിനെ ഇറക്കി. ക്യൂൻ ഓക്കെ ഗുഡ്. ക്യൂൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ആ എബിലിറ്റി യൂട്ടിലൈസ് ചെയ്തത്. ഓക്കെ, റിക്കവറി സ്കിൽ എത്തിയിട്ടില്ല. ഓക്കെ, നമുക്കൊരു കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ രണ്ടാം തട്ടിയുണ്ട്. ഞാൻ എൻ്റെ സ്പെല്ല് എടുത്തിട്ടില്ല, അതാണ് പ്രശ്നം വന്നത്. റോയൽ ചാമ്പ്യന് ആ സ്പെല്ലുകൊണ്ട് റിക്കവർ ചെയ്യേണ്ടായിരുന്നു. ഞാൻ സ്പെല്ല് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് എനിക്കില്ല. അതുകൊണ്ട് ഗൈസ് നമ്മുടെ ഫസ്റ്റ് 2 അറ്റാക്ക് നല്ല പോലെ പോയിട്ടുണ്ട്. ആദ്യത്തെ അറ്റാക്ക് റോയൽ ചാമ്പ്യൻ കൊണ്ട് കളഞ്ഞു. രണ്ടാമത്തെ അറ്റാക്ക് എൻ്റെ ചാൻസ് ഇല്ല. നമുക്ക് എന്തായാലും പെർസെൻറ്റേജിന് വേണ്ടി നമുക്ക് നിന്ന് നോക്കിക്കൊണ്ടിരിക്കാം. ഷിറ്റ് ഗൈസ്, നമ്മുടെ ഫസ്റ്റ് 2 അറ്റാക്ക് ആദ്യമായിട്ട് ക്ലാൻ വാർ ലീഗിൽ കുറച്ച് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പെർസെൻറ്റേജിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ക്ലാൻ വാർ ലീഗ് ജയിക്കണമല്ലോ. സോ പെർസെൻറ്റേജിന് വേണ്ടി വെയിറ്റിംഗ് ഫോർ പെർസെൻറ്റേജ്. എനിക്ക് കാണാൻ തന്നെ തോന്നുന്നില്ല ഗൈസ്. സിമ്പിളായിട്ട് അടിക്കേണ്ട ബേസാണ്, പക്ഷേ നമുക്ക് ലക്കില്ല. ഓക്കെ, എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം നല്ലൊരു നെഗറ്റീവാണ് കിട്ടിയിരിക്കുന്നത്. സിമ്പിൾ ബേസസ് ആയിരുന്നു ഗൈസ്. ഇതിൻ്റെ ഗ്രാൻഡ് വാർഡ് ആ കിങ്ങിൻ്റെ ബാക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ബിൽഡിംഗ് കിട്ടുക.
ഓക്കെ, താങ്ക്സ് ഗ്രാൻഡ് വാർഡൻ. അപ്പോൾ ഇവിടെ ഒരു 95% ആണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ബേസാണ് 95 അല്ലേ? ഓക്കെ ഗൈസ്, ഫസ്റ്റ് ബേസ് 95, സെക്കൻഡ് ബേസ് 95. നല്ല പോലെ നമ്മുടെ അറ്റാക്ക് പോയിട്ടുണ്ട്. ഇനി തേർഡ് അക്കൗണ്ട് എങ്കിലും എന്നെ രക്ഷിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് 2 അറ്റാക്ക് പോയപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്തായാലും കോൺഫിഡൻസ് വിടാതെ തന്നെ കളിക്കുന്നതാണ്. ഇതിലെല്ലാം ട്രൂപ്പ് ഉണ്ടല്ലോ അല്ലേ? ഇനി ഇതും പകുതി വെടി വെച്ച് പ്രശ്നമാക്കരുത്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ബേസിനെ കയറി അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഗൈസ്. ക്യാമറ ചെറുതായിട്ട് മാറ്റി നേരെ തന്നെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 ഫ്രീസ് ഇട്ടു, ഇത് റേജ് ഇട്ടു, അവിടെ ഇത് റേജ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബാറ്റിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഞാൻ വളരെ നെഗിറ്റിവ് കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുത്തില്ലെങ്കിൽ കുറച്ച് ടാസ്ക് ആവോ എനിക്ക് പറ്റുന്നുണ്ടോ അല്ലേ? ഓക്കെ, എനിക്ക് വീണ്ടും എന്നെ കളിക്കുന്നതാണ്. ഓക്കെ, വീണ്ടും ഒരു പ്രശ്നമില്ലാതെ തന്നെയാണ് പോകുന്നത്. ഞാൻ ഈ ഏരിയ കൂടെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ഗ്രാൻഡ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. റേജ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതൊരു 3 സ്റ്റാർ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഐ ഗെസ് സോ. കുഴപ്പമൊന്നുമില്ല. ഇല്ല ഗൈസ്, ഇതൊരു 3 സ്റ്റാർ തന്നെയാണ്. സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ അറ്റാക്ക് നല്ലപോലെ ഒരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് 2 അറ്റാക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള അറ്റാക്ക് കോൺഫിഡൻസ് പറയാൻ പാടില്ല. നേരെ തന്നെ അറ്റാക്ക് ഓക്കെ നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നേരെ തന്നെ നമ്മുടെ അടുത്ത അക്കൗണ്ട് എടുക്കുന്നു, 4th അക്കൗണ്ട്. ഓക്കെ, വരൂ. 4th അക്കൗണ്ടിൽ അക്കൗണ്ട് ഇല്ലയോ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എൻ്റെ ട്രൂപ്സ് എല്ലാം ഉണ്ടോ? യെസ്, ട്രൂപ്സ് എല്ലാം ഉണ്ട് ഗൈസ്. കുറച്ച് 8 ലൂൺസിൻ്റെ ആവശ്യം ബേസിക്കലി ഉണ്ടോ? ബേസിക്കലി അത്രയ്ക്ക് ലൂൺസിൻ്റെ ആവശ്യമില്ല. ഒരു ഇലക്ട്രോ ഡയമണ്ട് കൂടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ ഗൈസ്, വീണ്ടും നമ്മുടെ ഏത് ബേസാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 6th ബേസിനെയാണ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോണത്. നേരെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അക്കൗണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇത് കുറച്ച് ടാസ്ക് ബേസാണ് ഗൈസ്. അത്യാവശ്യം ഭയങ്കര മാക്സ് ആയിട്ടുള്ള ടാസ്ക് ബേസാണ്. എൻ്റെ ഹീറോസ് ഒന്നും ഇതിൽ മാക്സ് അല്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ചുമ്മാ പോയി അടിച്ച് പൊട്ടിക്കാന്നുള്ളൂ. ഇതെല്ലാം ഇലക്ട്രോ ഇട്ട് തന്നെ ആദ്യം 2 സ്ഥാനത്തിന് വേണ്ടി പിന്നെ ലൂൺസ് ചെറുതായിട്ട് ഇന്ന് ഞാൻ ആരെയാണോ കണ്ടത് എനിക്ക് പോലും അറിഞ്ഞത്. അവർ നല്ല സ്മൂത്തായിട്ട് തന്നെ എൻ്റെ അറ്റാക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ആരെയാണ് കണ്ടതെന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഭയങ്കര ലക്കായിട്ട് എല്ലാത്തിലും 3 സ്റ്റാർ കിട്ടിയിരുന്നു. ഒരേ ഒരു അറ്റാക്ക് മാത്രമാണ് 3 സ്റ്റാർ. ബാഡ് ഗൈസ്, വളരെ ബാഡ് അറ്റാക്ക്. ബാഡ്. ഓക്കെ, നമ്മുടെ എനിക്കിനി ശക്തിയില്ല ഗൈസ്. നമ്മൾ എന്തായാലും 5ാമത്തെ അക്കൗണ്ട് എടുക്കുന്നു. ഓക്കെ, ഒരു 50-50 എങ്കിലും കിട്ടിയാൽ കൊള്ളാം. ഓക്കെ, 12th ബേസിനാണ് അറ്റാക്ക് ചെയ്യാൻ പോണേ. ഈ ട്രൂപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? ട്രൂപ്പ് ഇരുന്നിട്ടും കാര്യമില്ല ഗൈസ്, നമുക്ക് ഇന്ന് ലക്ക് ഒട്ടും തന്നെ ഇല്ല. ഓക്കെ, നീ ഇതെന്ത് തലവേദനയാണ് തരാൻ പോണെന്ന് നമുക്ക് കണ്ടറിയാം. എന്നാലും ക്യാമറ മാറ്റി ഇലക്ട്രോ അപ്പുറത്തെ ലൂൺസ് സ്പ്രെഡ് ചെയ്ത് ഇറക്കി ഇറക്കിയിട്ടില്ല. ടീം ജസ്റ്റ് ഹോൾഡിങ് ബാക്കിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. റോൾ ടൈം ഇറക്കിയിട്ടുണ്ട്. ഇറക്കി കൊടുത്ത് എൻ്റെ കുറേ സ്പേസാണ് പോയി. കുഴപ്പമില്ല. ഇതൊരു സെപ്പറേറ്റ് തന്നെയാണ് പോകുന്നത്. വലിയ സീനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഏരിയ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് ലെവൽ പ്രശ്നമില്ല. നമുക്ക് അവിടെ വീണ്ടും ഒരു ഫീസിട്ട് അവിടെ ഒരു ഫീസിട്ട് എത്ര മാത്രമാണ് ഈ കിട്ടുന്നത്. റോൾ ചാനൽ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ക്യാമറ ബാൻഡ് നോക്കി ഇതിൻ്റെ എബിലിറ്റി കൊടുത്തു. ഓക്കെ, സ്മൂത്താണ്. ഓക്കെ, ഇതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് അറ്റാക്ക് പോകുന്നത്. ഓക്കെ, ഇതൊരു നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. സമാധാനമുണ്ട്. 2 അക്കൗണ്ടിൽ 3 സ്റ്റാർ കിട്ടി, ബാക്കി അക്കൗണ്ടിൽ 2 സ്റ്റാർ. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഞാൻ ഫൈനൽ അറ്റാക്കാണ് ചെയ്യാൻ പോണത്. നമ്മുടെ 6ാമത്തെ അക്കൗണ്ട് ഇട്ട് കളിക്കാൻ പോവുകയാണ് ഗൈസ്. ഇത് അതിനുള്ള അക്കൗണ്ട് ഇല്ലയോ എന്ന് ഇനി കണ്ടു തന്നെ അറിയാം നമുക്ക്. ഓക്കെ, ട്രൂപ്സ് എല്ലാം സെറ്റാണല്ലോ. ഓക്കെ, ട്രൂപ്സ് എല്ലാം വളരെ സെറ്റാണ്. നേരെ തന്നെ ബേസ് കൊടുത്തു, അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്ത് ഇങ്ങനെ ബേസ് ചെയ്യണേ? ബേസിക്കലി ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഇത് ബേസ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇത് ഏത് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ചെറിയൊരു
എന്തായാലും അറ്റാക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഒരു ട്രിക്ക് ഉപയോഗിച്ച് കളിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നേരെ തന്നെ ഒരു ലൂൺ അവിടെ നോക്കി ഒരു ഇലക്ട്രോ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. വീണ്ടും ഒരു ഇലക്ട്രോ ഇറക്കിയിട്ടുണ്ട്. സ്പോട്ട് പണല് ഇലക്ട്രോ ഉപയോഗിച്ച് നമ്മുടെ ഈഗിൾ ആർട്ടറിനെ പൊട്ടിക്കാനാണ് എൻ്റെ പ്ലാൻ. എത്രത്തോളം വർക്കാവോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞില്ല. ഒരു റേജ് അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്. സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഓക്കെ പെർഫെക്റ്റ്. നമ്മുടെ സെറ്റായിട്ട് നമുക്ക് ഒരു അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ലൂൺസ് ഇലക്ട്രോ ബാക്കി ലൂൺസ് സ്പ്രെഡ് ചെയ്ത് ഗ്രാൻഡ് വാർഡൻ പോയിട്ട് റോയൽ കമ്പനി ഇവിടെ ഇറക്കി. ബാക്കി ലൂൺ ഇറക്കിയിട്ടുണ്ട്. ക്വീൻ ഇറക്കിയില്ല. ബിനിയൻ കിച്ചൻ്റെ അപ്പുറത്തെ സൈഡ് ഇറക്കി. ഇവിടെ 2 റേജ് ഇട്ടിട്ടുണ്ട്. ക്വീൻ ഇറക്കാതെ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്വീൻ ഇവിടെ ഇറങ്ങുന്നത് അയ്യോ ഗ്രാൻഡ് വാർഡൻ എനിക്ക് കൊടുത്തിട്ടുണ്ട്. അത് സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ക്വീനെ ഞാൻ ഈ ഏരിയയിൽ ടോപ്പ് ടീം ഇറക്കിയിട്ടുണ്ട്. കാരണം ഡാമേജ് കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഞാൻ കുറച്ച് വെറൈറ്റി സ്റ്റൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താണ് നിങ്ങൾ ഫ്രൂട്ട്സ് ഇറക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലപോലെ നമ്മുടെ ടീമിന് ഞാൻ ഇത് റേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓക്കെ ലേഡി ഡ്രൈവിംഗ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ എലിബിലിറ്റി ചെയ്യുന്നില്ല. ഓക്കെ മിനിമം പ്രിൻസിൻ്റെ എലിബിലിറ്റി കൊടുക്കാതെ ഹോൾഡ് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ സ്കാപ്പ് ഷോട്ടിന് ഒരു പീസ് ഇട്ടു. ഓക്കെ മിനിമം പ്രിൻസിൻ്റെ എലിബിലിറ്റി കൊടുത്ത് ക്ലീൻ എലിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ അത്യാവശ്യം കൊള്ളാം. നല്ലൊരു അറ്റാക്ക് തന്നെയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്. സ്വയം ചെയ്തല്ല. പക്ഷേ ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്ന് നോക്കി പെട്ടെന്ന് ഒരു സ്ട്രാറ്റജി കണ്ടുപിടിച്ച് നേരിട്ട് തന്നെ അറ്റാക്ക് ചെയ്തു. നല്ലപോലെ ഒരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബേസിക്കലി 37 സ്റ്റാർസ് 40 കിട്ടേണ്ട അറ്റാക്കായിരുന്നു. 3 അറ്റാക്ക് നല്ലപോലെ ഒരു 3 സ്റ്റാറിൽ ഒതുങ്ങിപ്പോയി. വിചാരിച്ചില്ല ഈ 3 അറ്റാക്ക് അല്ലേ. യെസ് ഗൈസ് യെസ് 1 2 യെസ് ഗൈസ് 3 അറ്റാക്ക് വളരെ ബാഡായിപ്പോയി. 3 അറ്റാക്ക് അതേപോലെ നല്ലപോലെ സക്സസ്സും ആയിട്ടുണ്ട്. അത്യാവശ്യം ഇന്നത്തെ ബേസ് നല്ല അത്യാവശ്യം ടാസ്ക് ബേസസ് തന്നെയാണ്. നല്ലപോലെ അറ്റാക്കൊക്കെ ചെയ്തു. ലക്കില്ല ഗൈസ്. ആദ്യത്തെ 3 അറ്റാക്കിൽ ഒട്ടും തന്നെ ലക്കില്ല. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് ലക്ക് കുറച്ച് കിട്ടി. എപ്പോഴും സക്സസ് മാത്രമായ പ്രശ്നം ഇതില്ലല്ലോ. എപ്പോഴും സക്സസ് മാത്രമായാലും ശരിയാവില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ലോസം വേണമല്ലോ. അതുകൊണ്ടായിരിക്കാം. ഓക്കെ ഗൈസ് ഇത്രയേ ഉള്ളൂ. അടുത്ത പറഞ്ഞ് നമുക്ക് ലക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. അതോ ക്ലബ് ചെയ്താണ് പറഞ്ഞത്, അതോ ഫുള്ള് 1 സ്റ്റാറാണോ 2 സ്റ്റാറാണോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീണ്ടും ഒരു അടുത്ത ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോ വരുന്നതായിരിക്കും. അല്ല ക്ലാഷ് ഓഫ് ക്ലാൻസ് മാത്രമല്ല എല്ലാ ഗെയിംസിൻ്റെ വീഡിയോ ഒക്കെ ഇടാനാണ് പ്ലാൻ. എത്രത്തോളം വർക്കാവും അറിഞ്ഞൂടാ. ടോട്ടലി ബ്ലാങ്ക് ആയിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുകയാണ്. ഓക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.